അസ്സലാമു അലൈക്കും. മക്കത്തുള്ള ജബൽ മലയാണ് ഈ കാണുന്നത്. അതിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2100 അടിയാണ് ഇതിൻ്റെ ഉയരം. മാഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധ്യാനത്തിലിരുന്ന ഹിറാ ഗുഹയാണ് ഈ കാണുന്നത്. അല്ലാഹു ആലം എങ്ങനെയാണ് ഇവിടെ തങ്ങൾ എത്തിയതെന്നത്. ഇത് മലയുടെ ഏറ്റവും മുകളിലായിട്ടല്ല ഉള്ളത്, അതിൽ നിന്നും കുറച്ച് താഴെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റെപ്പ് ഇറങ്ങിപ്പോയതിന് ശേഷം വടം കെട്ടി അതിലൂടെയൊക്കെയാണ് ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത്. വടം കെട്ടിയിട്ടുള്ളതൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ പല പ്രാവശ്യം നബി തങ്ങൾക്ക് വേണ്ടി ഭക്ഷണവും വസ്ത്രവും വെള്ളവും ഒക്കെ ആയിട്ട് ഈ മല കയറി ഇറങ്ങിയിട്ടുണ്ടെന്നറിയാം. ഊഴം കാത്ത് നിൽക്കുകയാണ് ആൾക്കാർ. ഉന്തോ തള്ളോ തിക്കോ തിരക്കോ യാതൊന്നും തന്നെ ഇല്ല. വളരെ ക്ഷമയോടുകൂടി ഓരോരുത്തരുടെ അവസരത്തിനായി കാത്തു നിൽക്കുകയാണ്. സ്റ്റെപ്പുകളോ റോഡോ വെളിച്ചമോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ എങ്ങനെയാണ് ഈ മല കയറി ഇറങ്ങിയതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. സുബ്ഹാനല്ലാഹ്. ആരോഗ്യമുള്ളവർ മാത്രമേ ഇതിന് ശ്രമിക്കാവൂ. പകല് പോകാനും പാടില്ല. നല്ല വെയിലായിരിക്കും. തണൽ മരങ്ങളോ റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. നല്ല റോഡുകളും സ്റ്റെപ്സൊക്കെ ഉണ്ട്. ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ നബി തങ്ങൾക്ക് ഇറക്കിക്കൊടുത്തതും ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ അക്രം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തത് ഈ ഗുഹയിൽ വെച്ചാണ്. ആൾക്കാർ അവസരം കിട്ടുമ്പോൾ അവിടെ നിന്ന് നിസ്കരിക്കുന്നുണ്ട്, ദ്വാരക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനി ഈ മലയുടെ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ളൊരു ദൃശ്യമാണിത്. 2100 അടി ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ അല്പം വിശാലമായ ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും കാറ്റ് കൊള്ളാനൊക്കെ സൗകര്യമുണ്ട്. പലരും അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലുന്നുണ്ട്, ദ്വാരക്കുന്നുണ്ട്, മൗലൂദ് കഴിക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാരുമുണ്ട്, ധാരാളം കച്ചവടക്കാരുണ്ട്. മാലകളും വളകളും അങ്ങനെയുള്ള പലതും കിട്ടാനുണ്ട്. പക്ഷെ പോകുന്ന നമ്മൾ പ്രത്യേകം കരുതേണ്ടത് വെള്ളമാണ്. അവിടെ വെള്ളമൊന്നും കിട്ടാനുള്ള സൗകര്യമില്ല. റോഡുകളും ഇഷ്ടംപോലെ ലൈറ്റുകളും ഒക്കെ ഉണ്ട്. താഴെ മുതൽ മേലെ വരെ കൈവരികൾ ധാരാളമുള്ളത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല. അതിമനോഹരമാണ് അതിൻ്റെ മുകളിൽ നിന്നുമുള്ള കാഴ്ച. കഅബയുടെ ഒരു ഭാഗമാണിത്. കഅബ ശരീഫ് നമുക്ക് കാണാൻ കഴിയില്ല, ചുറ്റുഭാഗം ബിൽഡിംഗ് ഉള്ളത് കൊണ്ട്. പക്ഷെ അതിമനോഹരമാണ് മക്ക പട്ടണത്തിൻ്റെ ഈ കാഴ്ച. മക്ക പട്ടണവും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് ഈ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ളൊരു ദൃശ്യം തന്നെയാണിത്. എല്ലാവർക്കും കാണാനുള്ള അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ദൃശ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.